നമ്മുടെ ദില്ലി പോലീസിന് ജൻസി പ്രക്ഷോഭം നേരിടുന്നതിൽ അടപടലം പിഴച്ചു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ലല്ലോ. അപ്പൊ ആ പോലീസുകാർക്ക് ചില മാർഗനിർദ്ദേശങ്ങൾ നൽകുകയാണ് കേന്ദ്ര സർക്കാർ. പ്രതിഷേധക്കാരുടെ മൊബൈൽ ക്യാമറയ്ക്ക് മുന്നിൽ പ്രകോപിതരാകരുത് എന്നാണ് നിർദ്ദേശം. പ്രതിഷേധക്കാരുടെ മൊബൈൽ ഫോൺ തട്ടിമാറ്റരുത് എന്നും നിർദ്ദേശമുണ്ട്. എന്ത് മുന്നിൽ കണ്ടാലും ദയവായി സഹകരിക്കുക എന്ന് മാത്രമേ പറയാവൂ എന്നും നിർദ്ദേശം. ദില്ലി പോലീസിന്റെ 15 ജില്ലകൾക്കും മറ്റ് യൂണിറ്റുകൾക്കും മാർഗനിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആദിൽ പാലോട് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. ആദിൽ, ദില്ലി പോലീസിന്റെ പ്രതികരണങ്ങളും പ്രകടനങ്ങളും ഒന്നും അത്ര വെടിപ്പായിരുന്നില്ല എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അതുകൊണ്ട് ചില മാർഗനിർദ്ദേശങ്ങൾ പുറത്തു വരികയാണ്. അത് ക്യാമറയ്ക്ക് മുന്നിൽ മാത്രം പ്രകോപിതരാകരുത് എന്നാണോ, അതോ പ്രകോപിതരേ ആകരുത് എന്നാണോ? ഉറപ്പായും അത് കൗതുകമുള്ള ചോദ്യമാണ്. ഇപ്പോൾ നൽകിയിരിക്കുന്ന കേന്ദ്ര ഏജൻസികൾ ദില്ലി പോലീസിന്റെ വിവിധ യൂണിറ്റുകൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശമനുസരിച്ച് സി ജെ പി അടക്കമുള്ള ജൻസി പ്രതിഷേധക്കാർ നിങ്ങളെ പ്രകോപിതരാക്കി നിങ്ങളുടെ മുഖം വൈറൽ റീലുകളാക്കാനുള്ള ശ്രമം നടത്തും. ആ വേഷം തൽക്കാലം അണിയരുത് എന്ന നിർദ്ദേശമാണ് ഈ മാർഗനിർദ്ദേശത്തിന്റെ ഭാഗമായി നൽകിയിരിക്കുന്നത്. മര്യാദയോടെ പെരുമാറണം എന്നാണ് ദില്ലി പോലീസിനുള്ള നിർദ്ദേശം. മൊബൈൽ ക്യാമറയ്ക്ക് മുന്നിൽ പ്രകോപിതരാകരുത്. ജൻസി പ്രതിഷേധം നേരിടുന്നതിലാണ് ഇപ്പോൾ മാർഗനിർദ്ദേശം ദില്ലി പോലീസിന് നൽകിയിരിക്കുന്നത്. ദേഷ്യപ്പെട്ട് അലറി വിളിക്കരുത്, വസ്തുക്കൾ വലിച്ചെറിയരുത്, ലാത്തിയൊക്കെ എറിയുന്നതൊക്കെ നമ്മൾ പല ഘട്ടങ്ങളിലും കണ്ടിരുന്നു. ഈ സമരവുമായി ബന്ധപ്പെട്ട് അങ്ങനെയൊന്നും ചെയ്യരുത്. പ്രതിഷേധക്കാരുടെ തമാശയോടും പരിഹാസത്തോടും പ്രതികരിക്കാൻ പോകരുത് എന്ന നിർദ്ദേശവുമുണ്ട്. വനിതാ പ്രതിഷേധക്കാരെ പുരുഷ പോലീസ് തുടരുത് എന്ന കർശന മുന്നറിയിപ്പ് കൂടി ഇതിന്റെ ഭാഗമായി നൽകിയിട്ടുണ്ട് എന്ന് ഈ മാർഗനിർദ്ദേശങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നമ്മൾ നേരത്തെ കണ്ടതാണ്, പുരുഷ പോലീസ് വനിതാ പ്രവർത്തകരുടെ മുഖത്തടിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു. അത് പാടില്ല എന്നാണ് ഇപ്പോൾ നിർദ്ദേശമായി നൽകിയിരിക്കുന്നത്. എന്ത് മുന്നിൽ കണ്ടാലും ദയവായി സഹകരിക്കുക എന്ന കമന്റ് മാത്രമേ പറയാവൂ എന്ന് ദില്ലി പോലീസിന് നിർദ്ദേശം നൽകിയിരിക്കുന്നു. ദില്ലി പോലീസിന്റെ 15 ജില്ലകൾക്കും മറ്റ് യൂണിറ്റുകൾക്കുമാണ് മാർഗനിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഏതായാലും അല്പം കൂളാകണം എന്ന നിർദ്ദേശമാണ് ദില്ലി പോലീസിന് കേന്ദ്ര ഏജൻസികൾ നൽകിയിരിക്കുന്നത്. അത്ര പ്രശ്നമായിരുന്നു മുൻപ് നടന്ന സമരങ്ങളിലെ ദില്ലി പോലീസിന്റെ ഇടപെടൽ എന്നതും വ്യക്തമാണ്. മാധു, യെസ്, ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്. നമ്മൾ കണ്ടതാണ് സമരത്തിന് വന്ന പെൺപിള്ളാരുടെ പുറകെ പോയി മുഖം അടിച്ചു പൊട്ടിക്കുന്ന ദില്ലി പോലീസ്. അമ്മാതിരി പരിപാടികളൊന്നും വേണ്ട, നാട്ടുകാർ കാണുന്നുണ്ട്, ക്യാമറയൊക്കെ ഉണ്ട് എന്ന് ഓർക്കണം എന്നതായിരിക്കും ഒരുപക്ഷെ എന്തായാലും സർക്കാർ നൽകിയിരിക്കുന്ന നിർദ്ദേശത്തിന് പിന്നിലുള്ള കാര്യം. എന്തായാലും ദില്ലി പോലീസ് ഈ നിലയ്ക്ക് പ്രകോപിതരാകരുത് എന്ന നിർദ്ദേശം നൽകിയിരിക്കുകയാണ്.